ഹായ് ഗായ്സ്, അങ്ങനെ ഞങ്ങളിതാ റിസോർട്ടിലേക്ക് എത്തിയിട്ടോ. സിൽവറി മൂൺ എന്ന് പറഞ്ഞ റിസോർട്ടിലേക്കായിരുന്നു പോയിരുന്നത്. പോയ ഉടനെ തന്നെ ബാഗ് പോലും അഴിച്ചു വെക്കാതെ ഞങ്ങൾ ഈ ബാസ്ക്കറ്റ് ബോൾ കണ്ടപ്പോൾ എല്ലാവരും അതിലൊന്ന് കളിച്ചു കേട്ടോ. പിന്നെ ഇത് ഈ ഗൺ ഷൂട്ട് കണ്ടപ്പോൾ ഞാൻ അതൊന്ന് പിടിച്ചു നോക്കി, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയത്. റിസോർട്ട് അടിപൊളിയായിരുന്നു. പുറത്തൊന്നും ആരും ഇല്ലായിരുന്നു, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. താഴെ 2 കോട്ടേജ് ആയിട്ടാണ് വരുന്നത്. അതിൽ ഒരു കോട്ടേജിൽ തന്നെ 3 റൂമുണ്ട്, ഒരു കിച്ചൺ ഉണ്ട്, ഡൈനിങ് ഹാളുണ്ട്, പിന്നെ സിറ്റ് ഔട്ട് ഉണ്ട്. നല്ല അടിപൊളി റൂമായിരുന്നു കേട്ടോ, നല്ല സ്പേസ് ഉണ്ടായിരുന്നു. പിന്നെ ബാത്റൂം ആയാലും എല്ലാം സൂപ്പറായിരുന്നു. ഈ റിസോർട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുപോലെ മുകളിൽ 4 റൂം വരുന്നുണ്ട്. 4 റൂമും നല്ല സൗകര്യമുണ്ട്, പിന്നെ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെയാണ്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ പോകാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ് കേട്ടോ. അവിടെ എല്ലാ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ നല്ല സൗകര്യമുണ്ട്. നല്ല അടിപൊളി റിസോർട്ടായിരുന്നു. റിസോർട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ ഒന്ന് ഫ്രഷായി, പിന്നെ അതാ മുജീബ്ക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ചായ ഇട്ട് തന്നു കേട്ടോ. കിച്ചണൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. നല്ല അടിപൊളി ചായയായിരുന്നു, അതൊക്കെ ഞങ്ങൾ കുടിച്ചു. ജാഫർക്ക് ചായയും കടിയൊക്കെ കൂട്ടി കഴിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പൂളിലേക്ക് ഇറങ്ങി. ചെക്കന്മാരിതാ ഫസ്റ്റ് തന്നെ പൂളിൽ ഇറങ്ങി. അവർ പൂളിൽ നിന്ന് ഫുട്ബോളും കാര്യങ്ങളൊക്കെ കളിച്ചിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു, പൂള് നല്ല വൈബായിരുന്നു. അവരൊന്ന് കയറിയതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ 3 പേരും ഇറങ്ങിയത്. എനിക്ക് നീന്താനൊന്നും അറിയില്ല, ഞാൻ ഈ ബോളൊക്കെ വെച്ച് അങ്ങനെ നിന്നു വെള്ളത്തിൽ. നമ്മളെ ഷഹാനത്തക്ക് നീന്താൻ അറിയാം, അവർ നല്ല അടിപൊളിയായിട്ട് നീന്തി. അത് കഴിഞ്ഞേരെ പിന്നെ ഞങ്ങൾക്ക് ഇതാ മുജീബും തങ്ങളും കൂടെ പേരക്ക പറിച്ചു. നല്ല ഫ്രഷ് പേരക്കയായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. മൊത്തത്തിൽ നല്ല വൈബായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഒന്ന് കുളിച്ചു, ഫ്രഷായി റൂമിൽ കയറി. പിന്നെ നൈറ്റ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഇതാ ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് സമയം ഇങ്ങനെ സംസാരിച്ച് പാട്ടൊക്കെ പാടിയിരുന്നു. പിന്നെ ബാസ്ക്കറ്റ് ബോൾ കുറച്ച് നേരം കളിച്ചു. ഇതൊക്കെ കളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഫുഡ് എത്തി. ഞങ്ങൾ മന്തിയും അൽഫാമും ഒക്കെ ഓർഡർ ചെയ്തിരുന്നു. അവിടെ അടുത്തുള്ള തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് തന്നു. പിന്നെ ഞങ്ങളതെല്ലാവരും കൂടെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചു. അങ്ങനെ പിന്നെ എല്ലാവരും വന്നു, ഫുഡൊക്കെ കഴിച്ചു. ഈ കൊളീഗ്സിൻ്റെ ഒപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരുപാട് സംസാരിച്ചിരിക്കുക, തമാശകൾ പറയുക, ഇതൊന്നും നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ല അല്ലേ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ട നിമിഷങ്ങളാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഷട്ടിൽ ബാറ്റ് കളിച്ചു. പിന്നെ പാട്ടും ലൈറ്റൊക്കെ വെച്ച് ഫുള്ള് ഡാൻസ് കളിയായിരുന്നു. ഒരുപാട് നേരം ഡാൻസ് കളിച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞൊന്ന് ടയേർഡായപ്പോൾ പിന്നെ ഞങ്ങൾ കിടക്കാൻ വേണ്ടി റൂമിലേക്ക് പോയി. പിറ്റേന്ന് എണീറ്റ് ഞങ്ങൾക്ക് ഊട്ടി പോകാനുള്ളതാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കിടന്നു കേട്ടോ. ഊട്ടിയിലെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.